അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കോയമ്പത്തൂർ ചെയ്യുന്ന സൈറ്റിൻ്റെ പാല് കാച്ചൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ, ട്രഡീഷണലായിട്ട് നമ്മുടെ ഓല, വാഴ, ആ തോരണമൊക്കെ തൂക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഗണപതി ഹോമം മാസ്റ്റർ ബെഡ്റൂമിൽ കന്നിമൂലയിൽ വെച്ചിട്ടാണ്, ആ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചൻ്റെ മുകളിൽ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കിച്ചൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർ ഇന്നലെയാണ് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടത്, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു അടിപൊളി സദ്യ, വട പായസത്തോടു കൂടി സദ്യ എന്ന് പറഞ്ഞിട്ട് പറയില്ലേ, നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ കഴിക്കുന്നതെന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വെജിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കേട്ടോ. കോളിഫ്ലവർ വറുത്തത് അതിലുണ്ട്, ഒരു സ്വീറ്റ് ഉണ്ട്, ഒരു പായസമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു നമ്മുടെ അടപ്രഥമൻ പോലത്തെ ഒരു പായസം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെജ് ബിരിയാണി, പിന്നെ സലാഡ് കണ്ടോ, ബീട്രൂട്ടൊക്കെ ഇട്ടൊരു കളറ് കണ്ടോ. പിന്നെ രാജഭോഗം നല്ല നൈസ് പൊന്നിയരിൻ്റെ ചോറ്, പിന്നെ മാങ്ങ കൊണ്ടുള്ളൊരു കറി, പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു പൊരിയൽ പോലത്തെ ഒരു സംഭവം കേട്ടോ. പിന്നെ പപ്പടം, അച്ചാർ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും അവരുടെ ഫുഡ് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ കഴിക്കുന്ന ഡെയിലി ഇറച്ചിയും മീനും ഇല്ലാതെ, നോണില്ലാണ്ട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കഴിക്കില്ല. അപ്പോൾ പരിപ്പ് കറിക്ക് പകരം അവർ പരിപ്പ് പൊടിച്ചത് നെയ്യുമാണ് കേട്ടോ തന്നത്. പരിപ്പ് കുരുമുളകൊക്കെ ഇട്ട് പൊടിച്ചിട്ട് അതൊരു എൻ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ആ നെയ്യും കൂടി ഒഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഒന്നും പറയാനേ ഇല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് അത് കഴിക്കാൻ. അതായത് മുളക് പൊടി, നമ്മൾ മലയാളികൾ പൊതുവേ നമ്മൾ പിന്നെ എരിവ് കുറച്ച് കൂടുതലാണ്. അതൊന്നുമില്ല. തേങ്ങ കൂട്ടാത്തൊരു സാമ്പാർ, തേങ്ങ ഇടാത്തൊരു സാമ്പാർ കേട്ടോ. പക്ഷേ അത് എന്തുമാതിരി ടേസ്റ്റ് എന്നറിയും. പിന്നെ പായസം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. പാല് നന്നായി ക്രീമി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പ് കേട്ടോ. പായസം തന്നെ അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ അടപ്രഥമൻ അങ്ങനെയൊന്നും അല്ല. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ. നമ്മൾ ശരിക്കൊരു മിൽക്ക് ഷേക്ക് അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നെയ്യും അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെയാണ് മെയിൻ. പിന്നെ അവൻ്റെ ഒരു പുളിങ്കറി, നമ്മുടെ മീൻ കറി ഒന്നും അവർക്ക് അതൊന്നും അല്ല. ഇത് വഴുതിനക്ക് വഴുതിന് അത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇവരുടെ ഈ പുളിങ്കറി കഴിക്കണം കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ ഫുള്ളായിട്ട് ആ വഴുതിനിങ്ങനെ നമ്മൾ കഴിക്കാത്ത ആളാണ്, അത് ഫുള്ളായിട്ട് കഴിച്ചു കിട്ടുക. എൻ്റെ അമ്മ ഇത്രയും നല്ലൊരു സദ്യ, നമ്മുടെ സദ്യ സൂപ്പർ തന്നെ, അതിലൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കേട്ടോ. അത് നല്ല വാഴയിലയിൽ ഇതാണ് പായസം പറയുന്ന സംഭവം കേട്ടോ. അതിൽ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കോളിഫ്ലവർ വറുത്തത്, പിന്നെ അവസാനം കുറച്ച് ചോറിൽ നല്ല കട്ട തൈര്. ആ തൈരിനും പ്രത്യേകത ഉണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള തൈര്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ അത്രയും പുളിക്കില്ല. നമ്മൾ നല്ല പുളിപ്പായിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇവർ ആ പാലിൻ്റെ മണം പോലും മാറാത്ത പോലത്തെ ഒരു തൈര് കിട്ടുക, അതുമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇവരുടെ വെജിറ്റേറിയൻ ഭക്ഷണം ഒരു രക്ഷയില്ല. ഇവർ ഈ പാല് കാച്ചൽ പ്രമാണിച്ചിട്ട് 2 ദിവസം മുമ്പേ ഇവിടെ ഫുഡൊക്കെ തുടങ്ങിയിട്ടാണ്. 2 ദിവസം മുമ്പ്, അതായത് ബുധനാഴ്ചയാണ് ഫംഗ്ഷൻ. ഇവർ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ കാറ്ററിംഗ് ടീമൊക്കെ വന്നു. ഞങ്ങളിവിടെ ഓൾറെഡി ഞങ്ങൾ പണി എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇൻറ്റീരിയർ സെക്ഷൻ മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് മലയാളി, നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് നമ്മൾ അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ വർക്ക് കിട്ടിയാണ്. പക്ഷേ ഇവർ ഈ കൺസ്ട്രക്ഷൻ ടീം തന്നെയാണ് ഇവരെല്ലാം ബാക്കി ഓൾ ഇൻ ഓൾ എല്ലാം ചെയ്യുന്നത്. ആരും കഴിഞ്ഞിട്ടില്ല, എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ തിങ്കളാഴ്ച രാത്രി തന്നെ ഫുഡിൻ്റെ കാറ്ററിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് രാത്രി കിച്ചടി, ഉപ്പുമാവ് എന്ന് പറയുന്നത് നമ്മുടെ സാൾട്ട് മാങ്കോ ട്രീ ഉണ്ടാക്കി തന്നു. എൻ്റെ മോനെ, എൻ്റെ വിചാരം എനിക്ക് മീനും ഇറച്ചിയില്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞ ഭക്ഷണം കഴിയില്ല, ഉണക്കമീനയിലും വേണം. പക്ഷേ വെജിറ്റേറിയൻ്റെ ഗുണം ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ അറിയുന്നത്. ഇപ്പോൾ നോക്കിയോ, കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് നോക്കിക്കോട്ടെ, അത് ചൊവ്വാഴ്ച മോർണിംഗ് നമുക്ക് തന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡലി, പിന്നെ ഊത്തപ്പം, അത് എല്ലാ ക്യാരറ്റ് കാര്യങ്ങൾ വെജിറ്റബിൾസൊക്കെ ഇട്ടത്. പിന്നെ സാൾട്ട് മാങ്കോ ട്രീ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചടി എന്ന് പറയില്ലേ, കിച്ചടിയൊക്കെ ഒരു രക്ഷയില്ല മോനെ. നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി ട്രഡീഷണലായിട്ട് ടേസ്റ്റ്. അപ്പോൾ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഹരി ഇത് അടിപൊളി ഫുഡാണ്, വെജിറ്റേറിയനാണ്, കലർപ്പൊന്നുമില്ല, ടേസ്റ്റിന് വേണ്ടി വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു പറഞ്ഞു, ഒരു രക്ഷയില്ല, വെജിറ്റേറിയൻ സൂപ്പർ. പാല് കാച്ചലിനോടനുബന്ധിച്ച് ഈ വീട്ടിൽ 2 ദിവസം ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് നടന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കാഴ്ചപ്പാടേ മാറി. നോൺ വെജൊന്നും ഒന്നുമല്ല, വെജാണ് സെറ്റപ്പ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിന്നത്തമ്പി സാറിന് അവരുടെ ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. പിന്നെ അവർ കുറേ അധികം വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്തൊക്കെയാണ് നമ്മുടെ വർക്കുകൾ. അപ്പോൾ നമ്മൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് സാറെ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് പോകണം. അപ്പോൾ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു, വലിച്ചു വാരി തിന്നിട്ടുണ്ട്. ഇനി പോകുമ്പോൾ ഉറങ്ങുമോ മാത്രം നോക്കണം. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല.